അപ്പോൾ ഈ പെൺകുട്ടി അവസാനം ചാറ്റിംഗ് ആയപ്പോൾ സന്തോഷമായി. പേര് ചോദിച്ചു, പേര് പറഞ്ഞു. വാട്സപ്പ് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മാൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തു. അങ്ങനെ അതിന് ചാറ്റിംഗ് ആയി. പിന്നെ രസം, പിന്നെ അവൻ്റെ മെസ്സേജ് വരാതെ ഫ്രണ്ട് നമുക്ക് എന്താ തുടങ്ങാം, ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങാം. അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഒന്നാമത്തെ ഘട്ടത്തിൽ നോ പറയുമായിരുന്നു. കാരണം കുറച്ചൊക്കെ ഒരു ഇമാൻഡാവും നമ്മുടെ കുട്ടിക്ക്. പക്ഷേ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്നാ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് കാസർഗോഡ് നിന്ന് ഒരുത്തന്നെ ഫ്രണ്ടായിട്ട് കിട്ടില്ലേ, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കിട്ടില്ലേ, വല്ലാത്ത രസം. എന്നിട്ട് ഇവിടെ ക്ലാസ് എനിക്ക് ആലപ്പുഴ മര്യാദക്കുന്നുണ്ട്, എനിക്ക് ചോദിക്കാനും പറയാനും ആലപ്പുഴയിൽ വരെ ആൾക്കാരുണ്ട്, അല്ല കാസർഗോഡ് നിന്ന് ആൾക്കാർ വണ്ടിയിൽ വരും മര്യാദക്കുന്നുണ്ടി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പെൺകുട്ടി മാറാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പെൺകുട്ടി ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതോറും മാനസികമായിട്ട് വല്ലാത്തൊരു അടുപ്പം വരും. ഈ അടുപ്പം അങ്ങനെ വന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ ഏതോ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇത് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് രണ്ടാൾ അങ്ങോട്ട് കൂടെ ചോദിക്കുന്ന അവസ്ഥ വരും. എന്നിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് വിളിക്കുമ്പോൾ ഈ പെൺകുട്ടി വിസമ്മതിക്കും ആദ്യം. എന്നിട്ട് പറയും ആ പ്രശ്നമില്ല, നമ്മളേതായാലും കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ ചെയ്ത പ്രശ്നമൊന്നുമില്ല. പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ എന്നാ വേണ്ട, നമുക്ക് പിരിയാം, ലെറ്റ്സ് ബ്രേക്ക്, ബിക്കോസ് യു ഡോണ്ട് ട്രസ്റ്റ് മീ. എനിക്ക് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നീ വേണ്ടാന്ന് പറയുന്നത്. അല്ലല്ല പ്രശ്നം ഉണ്ട്, എന്നാൽ ഞാൻ വരാം.